ഒരു ടെലിവിഷൻ ആങ്കറാണ് ഈ സ്ത്രീ എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് അതോ അതിനപ്പുറം വർഷമായിട്ട് ഇവർ ഒരാളുമായിട്ട് പ്രണയത്തിലാണ്, ഡേറ്റിങ്ങിലാണ്. അദ്ദേഹം ഒരു മുസ്ലിമാണ്. എന്നാൽ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഏറ്റവും സമീപമായിട്ട് അവരുമായിട്ടുള്ള ബന്ധം ഈ സ്ത്രീ വിട്ടുകളഞ്ഞു, ഉപേക്ഷിച്ചു. ആ കാര്യം ഫേസ്ബുക്കിൽ പങ്കുവെക്കുകയും ചെയ്തു. ഇത് ഫേസ്ബുക്കിൽ പങ്കുവെച്ചതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണമാണ് ഇവർക്കെതിരെ ഉണ്ടാവുന്നത്. പ്രധാനമായിട്ടും ഇവരോട് പല ആളുകളും ചോദിച്ചത്, നിങ്ങൾ എന്തുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ല എന്നാണ്. ആരാണ് ഈ സ്ത്രീ? എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? ഇത് ബിഗ് ബോസ് 14 താരം പവിത്ര പുനിയയാണ്. ഈ പവിത്ര പുനിയയുടെ ശരിയായ പേര് നേഹ സിംഗ് എന്നാണ്. ഇവർ കഴിഞ്ഞ 2 വർഷത്തിലധികമായിട്ട് ഇജാസ് ഖാൻ, അവർ ഈ ബിഗ് ബോസ് ഇതിനിടയ്ക്ക് പരിചയപ്പെട്ടതാണ്. ഇജാസ് ഖാനുമായിട്ട് ഇവർ ഡേറ്റിങ്ങിലാണ്, പ്രണയത്തിലാണ്. അപ്പോൾ അതൊക്കെ അവർ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു. സിനിമാ ലോകമല്ലേ, അങ്ങനെയൊക്കെ അതങ്ങ് കടന്നു പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവർ പിരിഞ്ഞു. അവർക്ക് എന്തോ ശരിയാകില്ല എന്ന് തോന്നി രണ്ടുപേരും പിരിഞ്ഞു. അപ്പോൾ പിരിഞ്ഞപ്പോൾ ഈ പവിത്ര പുനിയ സാധാരണ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം, അവർക്ക് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്, എല്ലാത്തിലും അവർ ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നതിൻ്റെയും തീർത്ഥാടനം നടത്തുന്നതിൻ്റെയും ഈ ഹിന്ദു ആചാര അനുഷ്ഠാനങ്ങൾ പിന്തുടരുന്നതിൻ്റെയും ആ റിച്വൽസ് ചടങ്ങുകളുടെയും ഒക്കെ പടങ്ങളും വീഡിയോയും ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ സിന്ദൂരം ധരിക്കുന്നത്, ചന്ദനം ധരിക്കുന്നത്, ഒപ്പം ഈ സാരി, അങ്ങനെയൊക്കെയുള്ള ഔദ്യോഗികമായ ഒരു പാരമ്പര്യ വേഷമുണ്ടല്ലോ, ഒരു ഹൈന്ദവ വേഷങ്ങൾ ധരിക്കുന്നത്, അത് ധരിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളിൽ പോകുന്നതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ, അമ്പലങ്ങളിൽ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ അവർ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇവർ പിരിഞ്ഞതോടുകൂടി വലിയ രീതിയിൽ ഇവർക്കെതിരെ ട്രോള് വരികയാണ്. അതാണിപ്പോൾ അവരുടെ ഒരു വീഡിയോ, അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റും അവരുടെ ഒരു വീഡിയോയും വൈറലായിരിക്കുകയാണ് ഇപ്പോൾ. അതായത് അവർ പറയുന്നു, ഞാൻ ഈ ഇജാസ് ഖാനുമായിട്ടുള്ള ബന്ധം പിരിഞ്ഞതോടുകൂടി എനിക്കെതിരെ രൂക്ഷമായ ആക്രമണമാണ്, സൈബർ അറ്റാക്ക് നടക്കുകയാണ്. ചോദിക്കുന്നത്, എന്തുകൊണ്ട് നിങ്ങൾ മതം മാറുന്നില്ല, എന്തുകൊണ്ട് നിങ്ങൾ ഇസ്ലാം മതം സ്വീകരിക്കുന്നില്ല എന്നാണ്. ഇസ്ലാം മതം സ്വീകരിച്ചാൽ മാത്രമേ ഇജാസ് ഖാന് നിങ്ങളെ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ ഈ വിഗ്രഹാരാധന ഒരു പാവമാണ്, അത് വെടിഞ്ഞ് നിങ്ങൾ ഇസ്ലാമിൻ്റെ മാർഗത്തിലേക്ക് വരൂ എന്നാണ് പല ട്രോളുകളും അറ്റാക്കുകളും എനിക്കെതിരെ വരുന്നത്. അപ്പോൾ ഞാൻ അവരോട് മറുപടി കൊടുത്തു, ദയവായിട്ട് നിങ്ങൾ എന്നെ ഇസ്ലാം പഠിപ്പിക്കാൻ വരണ്ട. വന്നാൽ ഞാൻ തിരിച്ച് സനാതനധർമ്മം എന്താണെന്ന് പഠിപ്പിക്കും. അത് കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം എന്നെ ഇസ്ലാം പഠിപ്പിക്കാൻ വന്നാൽ മതി. ഇത്തരത്തിൽ മറുപടി കൊടുത്തതിന് ശേഷമാണ് പല ട്രോളുകളും അവർക്കെതിരെ നിലച്ചത്. അപ്പോൾ അവർ പറയുന്നത്, ഇത് ഒരു നിസ്സാര കാര്യമല്ല, നമ്മളെ വലിയ തോതിൽ ഇസ്ലാമിലേക്ക് ആകർഷിക്കാനും മതം മാറ്റാനുമുള്ള ശ്രമം നടന്നു കഴിഞ്ഞു, ഞാനതിൽ വീണില്ല എന്നാണ്. ഗൗതമേ, ഇതിനകത്തൊരു വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ? നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള മതം വിശ്വസിക്കാം, അല്ലേ? ഇഷ്ടമുള്ള മതം ആചരിക്കാം, അത് പിന്തുടരാം, അതിനെക്കുറിച്ച് സംസാരിക്കാം, ഒക്കെ ചെയ്യാം. അതിന് താല്പര്യമുള്ള ആൾക്കാരോട് അത് വിശദീകരിക്കാം, അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കാം, ഒക്കെ ചെയ്യാം. അതിനൊന്നും ഈ രാജ്യത്ത് നിയമപരമായിട്ട് ഒരു തടസ്സവുമില്ല. പക്ഷേ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിപ്പിച്ച് ഭീഷണിപ്പെടുത്തി ഒരാളെ മതം മാറ്റുന്നത് ശരിയല്ല, തെറ്റാണ്. നിയമം അത് അനുവദിക്കുന്നില്ല. അങ്ങനെയുള്ളൊരു രാജ്യത്താണ് ഈ ഭീഷണിയുടെയും മറ്റും സ്വരം വന്നിരിക്കുന്നത്. ഇത് വലിയ തോതിൽ അവരെ മതം മാറാനുള്ള ഒരു പ്രേരണ അല്ലെങ്കിൽ ഒരു ഭയപ്പെടുത്തൽ ഒക്കെ നടന്നിരിക്കുകയാണ്, അല്ലേ? എന്ത് തോന്നുന്നു? അത് ശരിയാണ്. ഇത് നേരത്തെ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് സ്ത്രീകളുമായിട്ട് ഈ അന്യമതത്തിലുള്ള പുരുഷന്മാർ ബന്ധത്തിലാവുകയും, അതായത് മറ്റ് മതത്തിലുള്ള സ്ത്രീകളുമായിട്ട് ബന്ധത്തിലാവുകയും ഇവരുമായിട്ട് ലൈംഗികപരമായിട്ട് ബന്ധത്തിലേർപ്പെടുകയും അതിനുശേഷം ഇവരെ മതം മാറ്റാനുള്ള, അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ വരണം,
ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രണയബന്ധത്തെ ലൈംഗിക ബന്ധത്തിലേക്ക് കൊണ്ടുപോയി അതിലൂടെ കല്യാണം കഴിക്കുക, മതം മാറുക. ഇങ്ങനെയാണ് ഇവർ പ്രധാനമായിട്ടും ഈ ദൗത്യത്തിലേക്ക് കടക്കുന്നതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് ഈ ലൈംഗിക ബന്ധത്തിലൂടെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. കാരണം ഒരു സ്ത്രീ മറ്റൊരു പുരുഷനുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവളുടെ മനസ്സും ശരീരവും ഒക്കെ അയാളുമായിട്ട് അടുത്തിരിക്കും. അപ്പോൾ അയാൾ പറയുന്നത് എന്തും കേൾക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് ആ സ്ത്രീ മാറിത്തീരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരം റിപ്പോർട്ടുകളൊക്കെ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഇവിടെ യഥാർത്ഥത്തിൽ ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് ഈ വിഷയത്തെ നമ്മൾ കാണണം എന്നാണ്. ഇപ്പോഴും ഈ ഒരു ഇതിനെ വർഗീയതയാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്, ഇസ്ലാമോഫോബിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ആളുകളും നമുക്കെതിരെ വിമർശനങ്ങളൊക്കെ ആയിട്ട് രംഗത്ത് വരും. ഇത് ഇസ്ലാമോഫോബിയ അല്ല, ഇതൊരു നാട്ടിൽ നടക്കുന്ന ഒരു തെമ്മാടിത്തരത്തെ നമ്മൾ എതിർക്കുകയാണ്. ഞാൻ ചേട്ടൻ നേരത്തെ തന്നെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഇവിടെ ആർക്ക് വേണമെങ്കിലും ഏത് മതവും സ്വീകരിക്കാം, അങ്ങനെ സ്വീകരിക്കാം, ത്യജിക്കുകയും ചെയ്യാം. അതെ, അവർക്ക് ആ മതം പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഖുറാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വായിച്ചതിന് ശേഷം അവർക്ക് ആ മതമാണ്, ഇത് കൊള്ളാലോ ഈ മതം എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ മാറുന്നുണ്ട്, അവർ മാറിക്കോട്ടെ, ആരാണ് അതിനെ എതിർക്കുന്നത്? പക്ഷേ ഈ മതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവരെ പ്രലോഭിപ്പിക്കുക, അതിനു വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള വാഗ്ദാനങ്ങൾ പ്രലോഭനങ്ങളൊക്കെ നൽകുക എന്ന് പറയുന്നത് വളരെ ഭീഷണിപ്പെടുത്തുന്നതും കുറ്റമാണ്. അതെ, ഭീഷണിപ്പെടുത്തുന്നതും കുറ്റമാണ്. ഇത് ഒരു തരത്തിൽ പറഞ്ഞ ഭീഷണിയാണ്. ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം പിന്നെ അത് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് പോലെ ഭീഷണിപ്പെടുത്തി അവരെ മതം മാറ്റാൻ ശ്രമിക്കുക, മതം മാറിയാലേ കല്യാണം കഴിക്കുകയുള്ളൂ. ഇതൊക്കെ ഒരു വാസ്തവത്തിൽ മതത്തിൻ്റെ നന്മകളല്ല, ഇതൊക്കെ വലിയ ദോഷങ്ങളാണ്. ഇങ്ങനെ മതത്തിൽ ആളെ ചേർക്കുന്നത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല, ഒരിക്കലും അത് ഒരു മതത്തിനും നല്ലതുമല്ല. ഞാൻ പറയുന്നത് ഈ പ്രണയം എന്ന് പറയുന്ന ഒരു വളരെ വിശുദ്ധവും പവിത്രവും ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പ്രണയം എന്ന് പറയുന്നത്. അതിനെ ഈ മതത്തിന്റെ ചങ്ങലയിൽ കൂട്ടിക്കെട്ടുന്ന വൃത്തികെട്ടവന്മാരുണ്ടല്ലോ, അവരെയൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. തീർച്ചയായിട്ടും അതായത് ഇപ്പൊ ഒരാൾക്ക് ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും ഒരു വീട്ടിൽ കഴിയട്ടെ, അവരവരുടേതായ രീതിയിലുള്ള ആചാരങ്ങളും വിശ്വാസങ്ങളും കാണിച്ചുകൊണ്ട് അവര് പ്രണയത്തിന് ജീവിക്കട്ടെ, ഞാൻ അതിനെ അംഗീകരിക്കുന്ന ഒരാളാണ്. അവിടെ എന്തിനാണ് ഈ മതം മാറ്റണം എന്ന് പറയുന്ന ഒരു ആ ചിന്ത പോലും എവിടെ നിന്നാണ് കടന്നു വരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഒരു വീട്ടിൽ ഒരു മുസ്ലിമും ഒരു ഹിന്ദു സ്ത്രീയും താമസിക്കട്ടെ, അവർ ഭാര്യ ഭർത്താവ് പോലെ താമസിക്കട്ടെ, ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ മറ്റേ ആൾ അമ്പലത്തിൽ പോയിട്ട് തൊഴട്ടെ, എന്താ തെറ്റ്? ഒരു കുഴപ്പമില്ല, വളരെ ഭംഗിയുണ്ട്, അവിടെ ഒരു സൗന്ദര്യമുണ്ട്. പക്ഷെ അവിടെ ഈ സ്ത്രീയോട് നിങ്ങൾ മതം മാറണമെന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ അടുത്ത് ഒരു വൃത്തികേടാണ്. അത് ഗൗതം പറഞ്ഞതിനകത്തൊരു വാസ്തവമുണ്ട്. ഈ ഒരു സ്വതന്ത്രമായ ജീവിതം, വ്യക്തി ജീവിതത്തിൽ നമ്മൾ ഇത്തരം കുഴപ്പങ്ങളൊന്നും കലർത്തരുത്. ഇത് ഈ പറഞ്ഞതുപോലെ എന്താ പറയുക, ഞാൻ ആണ് ശരി, എൻ്റെ കൂടെ വരണം, എൻ്റെ ചിന്ത, എൻ്റെ ആചരണങ്ങൾ, എൻ്റെ അനുഷ്ഠാനങ്ങൾ അതെല്ലാം നീയും സ്വീകരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല. ഇതിൽ ആരതാണ് ശരി ആരതാണ് തെറ്റ് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. പകരം ഒരു മതം അടിച്ചേൽപ്പിക്കുകയാണ്. അത് ഒരു നല്ല കാര്യമല്ല. ഇവിടെ ഇപ്പോൾ ഈ പുനിയയുടെ കാര്യത്തിലും അതാണ് സംഭവിച്ചത്. അവർ 2 വർഷത്തിലധികം ഡേറ്റിങ്ങിലായിരുന്നു. അവർ പ്രണയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നീട് അവർ വേർപിരിഞ്ഞു എന്തോ കാരണത്താൽ. അപ്പോൾ കാണാം ഒരു കൂട്ടം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ വലിയ തള്ളുമായിട്ട് വരികയാണ്. എന്താ, നിങ്ങൾ മതം മാറണം, എന്നിട്ട് ഇജാസ് ഖാനെ നിക്കാഹ് കഴിക്കണം എന്നൊക്കെ പറഞ്ഞാണ് ആൾക്കാർ വരുന്നത്. ഇത് വാസ്തവം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നിയമത്തെക്കുറിച്ചുള്ള ബോധമുള്ള ആൾക്കാർ ഇതൊന്നും ചെയ്യില്ല. ബോധമില്ലാത്ത ആൾക്കാരാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് വലിയ അപകടമാണ്. ഇത് വാസ്തവത്തിൽ ഇത് ലവ് ജിഹാദിന് പ്രേരിപ്പിക്കലാണ്, അല്ലേ? നമ്മളത് എന്താ പറയുക, പ്രണയത്തിന് മതമില്ല എന്ന് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയും എന്നാൽ വിവാഹം കഴിക്കണമെങ്കിൽ മതം മാറണം എന്ന് ആവശ്യപ്പെടുകയും നിർബന്ധിക്കുകയും ചെയ്യുന്നത് കുറ്റകൃത്യമാണ്. ഇത് പല സംസ്ഥാനങ്ങളിലും പ്രലോഭനങ്ങൾ പല രീതിയിലാണ്. മയക്കുമരുന്ന് നൽകി പ്രലോഭനവും. ഇപ്പോഴത്തെ പല സ്ത്രീകൾക്കും നമ്മൾ വെള്ളം കുടിക്കുന്നത് പോലെ രാത്രിയോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ മയക്കുമരുന്ന് വേണം. അപ്പൊ അത് എവിടെ നിന്നാണ് കിട്ടുക? ആ കിട്ടുന്നവരോടുമായിട്ട് സൗഹൃദം പുറത്തുനിന്നൊക്കെ സ്ഥിതി വലിയ അപകടമാണ്, വലിയ ദോഷമാണ്. എന്തായാലും പവിത്ര പുനിയ നല്ല മറുപടിയാണ് കൊടുത്തത്. എന്നെ പഠിപ്പിക്കാൻ വരണ്ട, വന്നാൽ ഞാൻ സനാതനധർമ്മം തിരിച്ചു പഠിപ്പിക്കും, അത് കേൾക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ് അവരതിനെ മടക്കുകയായിരുന്നു, ആ ട്രോളുകളെ മടക്കുകയായിരുന്നു. എന്തായാലും അവരുടെ നേർക്കുള്ള സൈബർ അറ്റാക്ക് നിന്നു കഴിഞ്ഞു. അവർ നല്ല മറുപടി കൊടുത്തോടുകൂടി എന്നെ മതം മാറ്റാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ സനാതനധർമ്മം പഠിപ്പിക്കും. ആ മറുപടി എല്ലാവർക്കും ഉള്ളൊരു നല്ലൊരു മാതൃകയാക്കേണ്ട ഒരു മറുപടി. അതെ, തീർച്ചയായിട്ടും. എന്തായാലും അതോടുകൂടി അവർക്കെതിരായ ഈ അറ്റാക്ക് നിന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഈ പറഞ്ഞതുപോലെ ഒരു വലിയ അപകടത്തിൽ നിന്നാണ് അവർ രക്ഷപ്പെട്ടത്. ഒരു മതം മാറി വിവാഹമൊക്കെ കഴിച്ച് അങ്ങനെ
പിന്നീട് എന്താ അവരുടെ ജീവിതത്തിൽ സംഭവിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഒരുപാട് കഥകളൊക്കെ കേട്ടതാണ്. അതവിടെ ഇരിക്കട്ടെ. പവിത്ര പുനിയ എന്തായാലും നല്ല തീരുമാനം എടുത്ത് അവർ മുന്നോട്ട് പോകുന്നു. അവരുടെ മതം അവർക്ക് വലുത്. ശരിക്കും ഈ ഹിന്ദു വർഗീയവാദിയാവുന്നു എന്നൊക്കെ ചില കോണുകളിൽ നിന്ന് വിമർശനങ്ങളൊക്കെ വരാറുണ്ട്. അതിന്റെ യഥാർത്ഥ കാരണം, അങ്ങനെ എന്തെങ്കിലും ആവുന്നുണ്ടെങ്കിൽ, അത് ശരിയാവുന്നുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് മറ്റ് സമുദായങ്ങൾ അവരുടെ മത ഐഡന്റിറ്റിയിൽ അടിയുറച്ച് വിശ്വസിക്കുകയും പിന്തുടരുകയും ചെയ്യുമ്പോൾ ഹിന്ദു അവന്റെ ഐഡന്റിറ്റിയിൽ പിന്തുടരാതെയും അടിയുറക്കുകയും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ ഹിന്ദു വർഗീയവാദി ആവുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് എന്നുകൂടി ഈ ആളുകൾ കൂടി മനസ്സിലാക്കണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ.